നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒടുവിൽ ഗുണ്ടകളെ കൊണ്ട് ഏട്ടനെ കൊല്ലിക്കാൻ കൊട്ടേഷൻ കൊടുത്തതിനും എന്റെ മൗനസമ്മതം ഉണ്ടായിരുന്നു. പക്ഷേ ഗുണ്ടകൾ ഏട്ടനെ ഉപദ്രവിക്കാനേ ഞാൻ കരുതിയുള്ളൂ. ഇന്ദ്രജ ഏട്ടനെ കൊല്ലാനാ ശ്രമിച്ചത്. സാവിത്രി വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുകയാണോ? ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടന്ന് മരണത്തോട് പൊരുതുന്നത് കണ്ടപ്പോഴാ ഞാൻ രക്തബന്ധത്തിന്റെ വില മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ പറയാ, നമുക്ക് നല്ല നാത്തൂമാരായിട്ട് തുടരാം. ഏട്ടനുമായി ഇനി ഒരു മത്സരത്തിന് ഇന്ദ്രജ എന്നെ നിർബന്ധിച്ചേക്കരുത്. സാവിത്രി പറഞ്ഞു തീർക്ക്, എന്നിട്ട് ഞാൻ തുടങ്ങാം. മറ്റൊന്നുമല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ചെമ്പകമംഗലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഞാനായിരുന്നു. ഇപ്പോഴാ എന്റെ കണ്ണ് തെളിഞ്ഞത്. കണ്ണ് തെളിഞ്ഞപ്പോ ഇവിടെ ഇപ്പൊ നല്ല സമാധാനമുണ്ട്. ചെമ്പകമംഗലത്തെ സമാധാനം ഞാൻ നിലനിർത്താമെടി. ആ, സാവിത്രി പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ, പറയൂ. ജയറാമേട്ടനെ ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ച കേസ് അന്വേഷിക്കുന്നത് എന്റെ മകൻ കാർത്തിയ. ഇന്ദ്രജയ ഏട്ടനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് കാർത്തി അറിഞ്ഞ അവന്റെ സ്വഭാവം അറിയാലോ. ഇന്ദ്രജ അവൻ അറസ്റ്റ് ചെയ്യും. ഇന്ദ്രജയ്ക്ക് പോലീസ് ലോക്കപ്പും സെൻട്രൽ ജയിലും ഒക്കെ ഒരുമാതിരി ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെയാ. പക്ഷെ എനിക്കങ്ങനെയല്ലേ, എനിക്കത് പേടിയാ. നിർത്ത്. കത്തിക്കേറി അങ്ങ് പോകാതെ. ഇന്ദ്രജയെ പോലീസ് അറസ്റ്റ് ചെയ്താലേ അതേ നിമിഷം സാവിത്രിയും പോലീസ് അറസ്റ്റ് ചെയ്യും. കൊട്ടേഷൻകാരെ കൊണ്ട് ഞാൻ ജയരാമനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അതിനെന്നെ പ്രേരിപ്പിച്ചത് സാവിത്രിയ. ഞാൻ പ്രേരിപ്പിച്ചെന്നോ? എന്തൊക്കെ ഇന്ദ്രജയ പറയുന്നേ? അതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പ്രേരണാ കുറ്റമാണ് ഏറ്റവും വലിയ ഓഫൻസ്. എന്നോടൊപ്പം സാവിത്രിയും അറസ്റ്റ് ചെയ്യും. ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുത്ത് ആ കേസ് ഗുണ്ടകളുടെ പെടലിക്കും വെച്ച് ഞാനേ അങ്ങ് റാസൽ കൈമയിലേക്ക് പോവും. ഇന്ദ്രജ, അതുകൊണ്ട് ചെമ്പകമംഗലത്ത് സമാധാനം വേണോ അതോ എന്റെ വഴിക്ക് സാവിത്രി വരുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കുക. ഒരിക്കൽ ഞാൻ ഈ കാര്യം പറഞ്ഞത് കാലു മാറാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ആലോചിച്ച് തീരുമാനിക്കാം. ഹലോ ഇന്ദ്രജ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.